بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുഅ്മിനുകളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് നേരിട്ട് പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കുടുംബവും നമ്മുടെ അയൽവാസികളും നമ്മുടെ സമൂഹവും എന്നിങ്ങനെയുള്ള ഒരുപാട് ആളുകളുമായി കൊണ്ട് നമുക്ക് ബന്ധമുണ്ട്. അവരെ സംബന്ധിച്ചെല്ലാം നമുക്ക് വിശദമായോ അതല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തം കുടുംബത്തെ മനസ്സിലാക്കുന്നതിനേക്കാൾ സ്വന്തം അയൽവാസികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ സ്വന്തം നാട്ടുകാരെക്കുറിച്ചും വീട്ടുകാരെ സംബന്ധിച്ചുമൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായി അവൻ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. പക്ഷേ മുസ്ലിമീങ്ങളായ നാം നമ്മുടെ ഇത്രയും കാലഘട്ടത്തിലെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ ജീവിതത്തെയും അവിടുത്തെ പ്രബോധന ചരിത്രത്തെയുമൊക്കെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞൊരു വാചകമുണ്ട്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം നഫ്സുകളെക്കാൾ കടപ്പെട്ടവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വശരീരത്തേക്കാൾ കൂടുതലായി പ്രാമുഖ്യം കൊടുക്കുകയും മനസ്സിലാക്കുകയും സംരക്ഷിക്കുകയും എല്ലാം ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് വിശ്വാസികളെക്കുറിച്ച് നിർദ്ദേശമായി കൊണ്ട് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ്, ആ പ്രവാചകനെ നാം അടുത്തറിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുക. ആ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ ദൗത്യങ്ങളെ സംബന്ധിച്ചും ആ പ്രവാചകൻ ഈ ലോകത്ത് ജീവിച്ച 63 വർഷത്തെ സംബന്ധിച്ചും നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വായിക്കുമ്പോഴാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചുള്ള ബഹുമാനം നമുക്ക് വർദ്ധിക്കുക. അതല്ലാതെ കേവലമായി മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മദ്രസയിൽ ചൊല്ലിപ്പഠിച്ച്, അതല്ലെങ്കിൽ കുട്ടികൾ ഓർക്കാൻ വേണ്ടി താരാട്ട് പാടുമ്പോൾ ആ കൂട്ടത്തിൽ ചൊല്ലിപ്പഠിക്കുന്ന രീതി മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് അറിയുകയും ആ പ്രവാചകൻ ആരായിരുന്നു മനസ്സിലാക്കുകയും ചെയ്ത നമ്മളാണ്. പലപ്പോഴും പ്രവാചകനെ സംബന്ധിച്ച് ഇത്തരം അറിവുകളൊന്നുമില്ലാതെ പ്രവാചക സ്നേഹമെന്നാൽ ചില കാട്ടിക്കൂട്ടുകളാണ് സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്കറിയാം, ലോകത്ത് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ പ്രവാചകനെപ്പോലെ ശ്രേഷ്ഠതയുള്ള മറ്റൊരു പ്രവാചകനും കഴിഞ്ഞുപോയിട്ടില്ല. ലോകത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാരെ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് തന്നെ മനുഷ്യന്മാരിൽ ഏറ്റവും അഫ്ളലായ ആളുകളെയാണ് പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുക. ആ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും അഫ്ളലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയുമ്പോൾ മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഖുസൂസിയത്തുകളും അള്ളാഹുവിന്റെ പ്രവാചകനുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് മറ്റു പ്രവാചകന്മാരെക്കാൾ തന്നെയും നമ്മുടെ നേതാവിനുള്ള മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊരു 15 കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള പ്രത്യേകതകൾ. അതിലൊന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബും അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹുമ അവർ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മാ ബഅസല്ലാഹു നബിയ്യൻ മിനൽ അംബിയാ ഇല്ലാ ഉഖിദ അലൈഹി മീസാഖുൻ. ലോകത്തേക്കൊരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ഉഖിദ അലൈഹി മീസാഖുൻ. ആ പ്രവാചകനിൽ നിന്ന് അള്ളാഹു ഒരു കരാർ വാങ്ങിയിട്ടല്ലാതെ. എന്താണ് ആ കരാർ? ലൈൻ ബഅസല്ലാഹു മുഹമ്മദൻ വഹുവ ഹയ്യുൻ. ആ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയാണെങ്കിൽ ലയുഅ്മിനന്ന ബിഹി വലയൻസുറന്നഹു. നിങ്ങളുടെ ശരീഅത്തും നിങ്ങളുടെ ദഅവത്തുമൊക്കെ മാറ്റിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റുകയും ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രവാചകന്മാരുടെ കരാർ വാങ്ങിയിട്ടല്ലാതെ ഒരു പ്രവാചകനെയും റസൂലുള്ളാഹിക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ലോകത്തെ ഏത് പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായ പ്രവാചകൻ. അതുകൊണ്ടാണ് ഒരിക്കൽ തൗറാത്തിന്റെ ചില ഏടുകൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ റസൂലുള്ളാഹി കാണുകയാണ്. അത് കണ്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം പിടിക്കുകയാണ്. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നു, വിശുദ്ധ ഖുർആൻ ഇവിടെയുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന മൂസ ഹയ്യൻ മാ വസിഉ ഇല്ല ഇത്തിബാഇ. ഉമർ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ മൂസാ നബിക്ക് കിട്ടിയ തൗറാത്താണല്ലോ നിങ്ങളുടെ കയ്യിലുള്ളത്. എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ തന്നെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ തൗറാത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത്. മാ വസിഉ ഇല്ല ഇത്തിബാഇ. എന്നെ ഇത്തിബാ ചെയ്യാനല്ലാതെ അദ്ദേഹത്തിന് അനുവാദം ഉണ്ടാവുകയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകതയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ റിസാലത്ത് എല്ലാ മനുഷ്യന്മാർക്കുമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ അതാത് സമുദായങ്ങളിലേക്കും അവിടെ റിസാലത്തും ശരീഅത്തും ഒക്കെ അതിന് കാലഘട്ടം നിർണയിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമത്തെ പറ്റി അല്ലാഹു പറഞ്ഞു, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നിയോഗിച്ചത് അദ്ദേഹത്തിന്റെ സമുദായത്തിലേക്ക് മാത്രമാണ്. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ എന്താ? ഖുൽ നബിയെ നിങ്ങൾ പറയണം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങൾ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. ഞാൻ എന്റെ സമുദായത്തിലേക്ക് അറബികളിലേക്ക് മാത്രമുള്ള ആളല്ല. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ ജനങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന് ശേഷം ലോകാവസാനം വരേക്കും ഏതൊക്കെ മനുഷ്യന്മാർ, അത് മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, മുസ്ലിമാകട്ടെ, കാഫറാകട്ടെ, മതനിഷേധിയാകട്ടെ, ആരാവട്ടെ, അവരിലേക്കെല്ലാമുള്ള പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ശരീഅത്തിനൊരു പ്രത്യേകതയുണ്ട്.
മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും അതുപോലെ തന്നെ ലോകത്തുള്ള ഏത് കാലഘട്ടം ശാസ്ത്രമത്ര പുരോഗമിച്ചാലും അധപ്പതിച്ചാലും ഇനി ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കും ഒരുപോലെ പ്രായോഗികമായിട്ടുള്ള ശരീഅത്തായിരിക്കും റസൂലുള്ളാഹിന്റേത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി റസൂലുള്ളാഹിന്റെ നിയോഗത്തിന് ശേഷം ആ പ്രവാചകൻ അന്ന് പഠിപ്പിച്ച അറേബ്യൻ ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ച ഒരു നിയമവും ശരീഅത്തിന്റെ ഒരു നിയമവും ഇന്ന് തിരുത്തേണ്ടി വന്നിട്ടില്ല. അത് വൈവാഹികമാകട്ടെ സാമൂഹികമാകട്ടെ ഏത് വിഷയത്തിലാണെങ്കിലും അത് റസൂലുള്ളാഹിന്റെ ശരീഅത്തിന്റെ പ്രത്യേകതയാണ്. അതേസമയത്ത് മൂസാ നബിയുടെ ശരീഅത്തുള്ള പല കാര്യങ്ങളും ഈസാ നബി തിരുത്തിയിട്ടുണ്ട്. ഈസാ നബിയുടെ ശരീഅത്തുള്ള പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ശരീഅത്ത് റസൂലുള്ളാഹിന്റെ ശരീഅത്ത് മുഴുവൻ ജനങ്ങൾക്കുമുള്ളതാണ്, അത് തിരുത്തേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. പ്രവാചകൻ പറഞ്ഞു, എന്റെ ഉദാഹരണം ഒരു മനുഷ്യൻ കെട്ടിടമുണ്ടാക്കിയവനെ പോലെയാണ്. അവൻ ഏറ്റവും ഭംഗിയുള്ള ഒരു കെട്ടിടമുണ്ടാക്കി. പക്ഷേ എല്ലാ ആളുകളും അത് കാണാൻ വേണ്ടി വന്നു. ആളുകൾ അഭിപ്രായം പറഞ്ഞു, ഒരു ഇഷ്ടിക അവിടെ വെക്കാൻ ബാക്കിയുണ്ട്. ആ ഇഷ്ടിക കൂടി അവിടെ വെച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിടം അതിന്റെ പൂർണ്ണത പ്രാപിക്കും, അതിന്റെ ഏറ്റവും ഭംഗിയായ രൂപത്തിലേക്ക് അത് മാറും. വാനത്തിൽ കല്ലബിന, ആ ലബിനത്ത്, ആ ഇഷ്ടിക എന്ന് പറഞ്ഞ ഞാനാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകത്തെ വീട്, പ്രവാചകന്മാരുടെ ഭവനം അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ജിഅ്തു ഫഖതംതുൽ അംബിയ, അംബിയാക്കന്മാരുടെ പരമ്പര ഞാൻ എന്നിലൂടെ അവസാനിച്ചിരിക്കുന്നു. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. റസൂലുള്ളാഹിക്ക് ശേഷം ഒരു പ്രവാചകനില്ല. ആ പ്രവാചകന്റെ നുബുവത്തിന് ശേഷം നുബുവത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ചില കള്ളപ്രവാചകന്മാരുടെ മിർസയെ പോലെയുള്ള ഒരുപാട് കള്ളപ്രവാചകന്മാരും ആ കള്ളപ്രവാചകന്മാർക്ക് ഒരുപാട് കള്ള അനുയായികളുമുണ്ട്. അതൊന്നും ഇസ്ലാമികമായിക്കൊണ്ട് ശരിയായ രീതിയല്ല. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ലോകത്തുള്ള സകല മനുഷ്യർക്കും റസൂൽ റഹ്മത്താണ്. അത് മുസ്ലിമാണെങ്കിലും കാഫിറാണെങ്കിലും മുനാഫിഖാണെങ്കിലും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകൻ പറഞ്ഞു, ഇന്നി ലമുബ്അത ലആനൻ വ ഇന്നമ ബുഅ്തു റഹ്മതൻ. മുശ്രിക്കീങ്ങളായ ആളുകളുടെ ദ്രോഹം അതികഠിനമായ സന്ദർഭത്തിൽ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്കെതിരെ ഒന്ന് ദുആ ചെയ്യണം, അവർക്കെതിരെ ശപിക്കാനും നിങ്ങൾ അവരെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ലം ഉബ്അസ് ലആനൻ, ഞാൻ ആളുകൾക്ക് ശാപവാക്കുകൾ വേണ്ടി പറയുന്ന ശാപപ്രാർത്ഥന നടത്തുന്ന ആളായിട്ട് നിയോഗിക്കപ്പെട്ടവനല്ല. വ ഇന്നമാ ബുഇത്തു റഹ്മതൻ, ആളുകൾക്ക് റഹ്മത്തായിക്കൊണ്ടാണ്. ഉലമാക്കൾ പറയാണ്, റസൂലുള്ളാഹിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ജമീഉൽ ഖൽഖി, ലോകത്തുള്ള എല്ലാ ഖൽഖിനും റസൂൽ റഹ്മത്താണ്. എങ്ങനെയാണത്? ലിൽ മുഅ്മിനി റഹ്മ, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണത്? ബിൽ ഹിദായത്തി, ആ മുഅ്മിനുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ കാണിച്ച വഴിയിലൂടെയാണ് മുഅ്മിനീങ്ങളായ ആളുകൾ സഞ്ചരിക്കുന്നത്. അത് സഞ്ചരിച്ചാൽ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മ കിട്ടും. അത് റഹ്മത്താണ്. ഇനി റഹ്മത്തുൽ ലിൽ മുനാഫിഖ്, ഒരു മുനാഫിഖിനും റസൂൽ റഹ്മത്താണ്. അതെങ്ങനെയാണ്? ബിൽ അമാനി മിനൽ ഖത്ലി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷത്തിൽ അവൻ മുസ്ലിമായി അഭിനയിക്കുന്നതോടുകൂടി തന്നെ അവനോട് പിന്നീട് യുദ്ധം ചെയ്യുന്നതിൽ നിന്നും അവൻ ഈ മതത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നതിൽ നിന്നും അവന് നിർഭയത്വം കിട്ടി. അത് റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടിയ റഹ്മത്താണ്. ഇതൊരു കാഫിറിനും റഹ്മത്താണ്. റഹ്മത്തുൽ ലിൽ കാഫിർ, ഒരു കാഫിറിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ്. എന്തുകൊണ്ട്? ബിതഅഖിറിൽ അദാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ആ സമുദായത്തെ മൊത്തത്തിൽ നശിപ്പിക്കുന്നൊരവസ്ഥ ഈ ഉമ്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കാഫിറിന് പോലും റഹ്മത്തായിക്കൊണ്ട് ഇമാം ഖാദി ഇയാദ് അദ്ദേഹത്തിന്റെ ശിഫയിൽ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, ഈ നിലക്ക് ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയാണ്. അതേസമയത്ത് മുമ്പുള്ള സമുദായമാണെങ്കിൽ, ഇപ്പം പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായമാണെങ്കിൽ, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളിൽ ചില ആളുകൾ ചെയ്ത തെറ്റിന്റെ പേരിൽ അവരെ അള്ളാഹ് ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹിക്ക് അത് ഉണ്ടായിട്ടില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങൾ അവൾ ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അള്ളാഹ് ശിക്ഷിക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഉമ്മത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് 2 സംരക്ഷണമാണ് അള്ളാഹ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹിന്റെ അദാബ് പൂർണ്ണമായി കൊണ്ട് ഇറങ്ങൂല.
രണ്ട്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ അവിടെ തെറ്റിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅമാൻ, ഇതിൽ ഒരു അമാന് ഖബലഹുല്ലാ, അള്ളാഹ് പിടിച്ചിരിക്കുന്നു എന്ന റസൂലുള്ളാഹ് മരിച്ചിരിക്കുന്നു, അതോടുകൂടി ഫീഹിം എന്ന് പ്രവാചകനെ ജീവിച്ചിരിക്കുമ്പോൾ അവർ ശിക്ഷിക്കുകയില്ല എന്ന് പറയുന്ന ആ കാര്യം ഇപ്പോൾ നിലവിലില്ല. എന്നാൽ വഅമാനുൻ ബഖിയ ഫീകും, ഒരു അമാന്, ഒരു നിർഭയത്വം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, അതെന്താണ്? നിങ്ങൾ ബാക്കിയാണ്. അതെന്താണ്? വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പിന്നെ ആ ഈ ഉമ്മത്തിനെ അള്ളാഹു നശിപ്പിക്കുകയില്ല. അത് ഈ ഉമ്മത്തിന് കൊടുത്തൊരു സംരക്ഷണമാണ്. സഹോദരന്മാരെ, നമ്മുടെ തെറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ തിന്മകളിൽ നിന്നുമൊക്കെ ഈ ഉമ്മത്തിന് സംരക്ഷണം നൽകുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. ഇനി ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം എത്ര അസ്തഗ്ഫിറുല്ലാഹ് പറയാറുണ്ട്? ഈ ഇസ്തിഗ്ഫാറാണ് നമുക്ക് അള്ളാഹുവിന്റെ അദാബിൽ നിന്നും അള്ളാഹുവിന്റെ പിന്നെ ശിക്ഷകളിൽ നിന്നുമുള്ള സംരക്ഷണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാം. ആ സംരക്ഷണം നമ്മൾ കൈയൊഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ അദാബിലേക്ക് പോകും. അതുപോലെ തന്നെ ആറാമത്തെ പ്രത്യേകത, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അതല്ലെങ്കിൽ പ്രവാചകന്റെ മുമ്പുള്ള സമുദായങ്ങളിലൊക്കെ ഉള്ള ഒരു ശരി നടപടി എന്ന് ചോദിച്ചാൽ ആ പ്രവാചകന് നേർക്കുനേരെ പേരെടുത്ത് വിളിക്കുന്ന രീതി, അത് അള്ളാഹുവിന്റെ രീതിയായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹ് വിളിച്ചിട്ടുണ്ട്, യാ ആദം എന്ന് വിളിച്ചിട്ടുണ്ട്, യാ നൂഹ് എന്ന് വിളിച്ചിട്ടുണ്ട്, യാ മൂസ എന്ന് വിളിച്ചിട്ടുണ്ട്, യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകനെ ആദരിച്ച, നമ്മുടെ റസൂലുള്ളാഹിനെ ആദരിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. യാ ഇബ്രാഹിം എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം, യാ മൂസ എന്ന് കാണാം, അതുപോലെ തന്നെ യാ ഈസ എന്ന് കാണാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേര് 5 തവണ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും 4 തവണ മുഹമ്മദ് എന്നും 1 തവണ അഹ്മദ് എന്നും പറഞ്ഞിട്ടെങ്കിലും യാ മുഹമ്മദ് എന്ന വിളി വിശുദ്ധ ഖുർആനിലില്ല. യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലേക്ക് ചേർത്തിക്കൊണ്ടും നുബുവത്തിലേക്ക് ചേർത്തിക്കൊണ്ടുമാണ് റസൂലുള്ളാഹിനെ എന്ന് വിളിച്ചിട്ടുള്ളൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആദരവാണ്. അതുകൊണ്ട് തന്നെ 7ാമത്തെ പ്രത്യേകത, വിശ്വാസികളോട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുമ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിക്കരുത്. മൂസാ നബിയുടെ അനുയായികൾ ഖാലൂ യാ മൂസ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ ഇത് ഖാലൽ ഹവാരിയൂന യാ ഈസ ഇബ്നു മറിയം എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹ് പറഞ്ഞു, ലാ തജ്അലൂ ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദൻ. സൂറത്തു നൂറിൽ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ പ്രവാചകനെ വിളിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കുന്ന പോലെ റസൂലുള്ളാഹിന്റെ പേര് വിളിച്ച് അഭിസംബോധന നടത്താൻ പാടില്ല. ഇത് റസൂലുള്ളാഹിക്കുള്ള ആദരവാണ്. മറ്റു പ്രവാചകന്മാരെ അവരുടെ അനുയായികൾ ആ പ്രവാചകന്റെ തന്നെ പേര് വിളിച്ചതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ ഉമ്മത്തിനത് അല്ലാഹ് വിലക്കിയിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ വിളിക്കാൻ പാടില്ല, അല്ലാഹും വിളിച്ചിട്ടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഭൂമിയുടെ ഖസായിനുകൾ, ഭൂമിയുടെ ഖജനാവിന്റെ താക്കോലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ പറയാണ്, ഫബൈന അന നായിമുൻ, ഒരിക്കൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഊതീതു മഫാത്തിഹ ഖസായിനിൽ അർളി, ഭൂമിയുടെ ഖജനാവിന്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. ഫവുദിഅത് ഫീ യദിയ, ആ താക്കോലുകൾ എന്റെ കയ്യിൽ നൽകപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ മുഴുവനും താക്കോലുകളും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് ഏൽപ്പിച്ചു. എന്നിട്ട് ഈ ഹദീസ് പറയുമ്പോൾ അതിനുശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ആ ദുനിയാവിന്റെ മുഴുവൻ താക്കോലുകളും റസൂലുള്ളാഹിന്റെ കയ്യിൽ കിട്ടിയിട്ടും ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് ദുനിയാവിനോട് പ്രേമമില്ലാതെയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ പട്ടിണി കിടന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ ജീവിച്ചത്. പക്ഷേ ഉമ്മത്തെ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഇന്ന് ദുനിയാവിന് വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ വിശദീകരിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹിന്റെ സഹാബത്ത് എവിടെയാണ് ദുനിയാവിന് വേണ്ടി കടിപിടി ഊതിയത്? എന്നിട്ടും അദ്ദേഹത്തിന് തോന്നാം ഈ ദുനിയാവിന്റെ മുഴുവൻ താക്കോലുകളും കയ്യിൽ കിട്ടിയ ആ റസൂൽ മിസ്കീനായിക്കൊണ്ട് ജീവിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, 3 ദിവസം പോലും തുടർച്ചയായിക്കൊണ്ട് എന്റെ അടുപ്പിൽ എന്നവ റസൂലുള്ളാഹിന്റെ അടുപ്പിൽ നിന്ന് പുകപൊന്തിയത് എനിക്കറിയില്ല എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റോമയും കൈസറും കിസറും ഒക്കെ
വലിയ പട്ടുമത്തകൾ കിടന്നിറങ്ങിയപ്പോ ഈ ഈന്തപ്പനയുടെ പരമ്പിൽ കിടന്നിറങ്ങിയ റസൂലുള്ളാഹിന്റെ പുറംഭാഗത്തതിന്റെ അടയാളം കണ്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച, നബിയെ നിങ്ങൾക്കൊരു നല്ല വിരിപ്പ് ഞാൻ കൊണ്ടുതന്ന് തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞെന്താ? ഉമർ, ദുനിയാവ് അവർക്കുള്ളതാണ്, നമുക്ക് പരലോകമാണുള്ളത്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും നമ്മളും ഈ ദുനിയാവ് മുഴുവനും കയ്യിൽ കിട്ടിയ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയും പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതും ഞാനും നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 9ാമത്തെ കാര്യം, റസൂലുള്ളാഹിന്റെ ശരീഅത്തും റസൂലുള്ളാഹിന്റെ കിതാബും അത് കാലാകാലം നിലനിൽക്കും. തൗറാത്ത് മൂസാനബിയുടെ കാലശേഷം അതിന്റെ അനുയായികൾ വികൃതമാക്കി, അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവർ കടത്തിക്കൂട്ടി. ഇഞ്ചിയിലും ഈസാനബിയുടെ കാലശേഷം അവരുടെ അനുയായികൾ അതിൽക്ക് ഇഷ്ടമല്ലാത്തൊക്കെ അന്ന് വെട്ടിമാറ്റി ഇഷ്ടതൊക്കെ കടത്തിക്കൂട്ടി. പക്ഷെ വിശുദ്ധ ഖുർആൻ അങ്ങനല്ല. ഇങ്ങനെ കടത്തിക്കൂട്ടാൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ പോലും നടന്നിട്ടുണ്ട്. ചില ആയത്തുകളൊക്കെ പിന്നെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ചില ആളുകൾ ആയത്തിന്റെ ഹർക്കത്തൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കൂല, അതൊക്കെ പിടിക്കപ്പെടും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് ഈ റസൂലുള്ളാഹിക്കുള്ള പ്രത്യേകതയാണ്. റസൂലുള്ളാഹിന്റെ ഖുർആൻ അത് ലോകാവസാനം വരെ നിലനിൽക്കും. അതുപോലെ തന്നെ ഇസ്രാ മിഅ്റാജ് മറ്റൊരു പ്രവാചകനും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ പരലോകത്ത് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വസീല, അതുപോലെ തന്നെ അത് ഒരു മനുഷ്യന് മാത്രം കിട്ടുന്ന സ്ഥാനമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മഖാമും മഹ്മൂദ് എന്ന് പറയുന്ന അസാ അൻ യബ്അസക റബ്ബുക മഖാമും മഹ്മൂദ എന്ന് പറയുന്ന ആ വലിയ സ്ഥാനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഈ ഉമ്മത്തിന് ഈ റസൂലുള്ളാഹിക്ക് നൽകിയ മറ്റൊരു സ്ഥാനമാണ് പ്രവാചകനാണ് പരലോകത്ത് ശഫാഅത്ത് ഏറ്റവും കൂടുതൽ നടത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് പ്രവാചകന്മാരിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശഫാഅത്ത് നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. ശഫാഅത്തുൽ ഉദുമ എന്ന് പറയുന്ന കോടാനുകോടി മനുഷ്യന്മാർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകത്തിന്റെ അവസാന മനുഷ്യൻ വരെ നിലനിൽക്കുന്ന മഹ്ശറിൽ വിചാരണ തുടങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ശഫാഅത്താണ് ശഫാഅത്തുൽ ഉദുമ. അത് റസൂലുള്ളാഹിയാണ് നടത്തുക. സ്വർഗ്ഗം തുറക്കാൻ വേണ്ടി നടത്തുന്ന ശഫാഅത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗ്ഗം തുറക്കുക. അതുപോലെ തന്നെ വിചാരണയില്ലാതെ 70,000 ആളുകൾ എന്റെ ഉമ്മത്തിലും സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ സ്വഭാവങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു. ആ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ചെയ്യും. റസൂൽ വേഗത്തിൽ അവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്താൻ. അതുപോലെ തന്നെ മുവഹ്ഹിദീങ്ങളായ തൗഹീദുള്ള തെറ്റുകൾ ചെയ്ത ആളുകൾ നരകത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച ആളുകളുണ്ടാകും. അവരെ പ്രവാചകൻ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം ശഫാഅത്ത് ചെയ്യുകയും അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ കഴിയും. ഇതൊക്കെ റസൂലുള്ളാഹി നൽകുന്ന ശഫാഅത്തുകളാണ്. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് മുവഹ്ഹിദീങ്ങളായ ആളുകളെ പിന്നെ സ്വർഗ്ഗത്തിലേക്കാൻ റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യും. ഇതൊക്കെ പ്രവാചകന് മാത്രമുള്ള ശഫാഅത്തുകളാണ്. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ പദവികൾ ഉയരാനും, അതുപോലെ തന്നെ പ്രവാചകന്റെ ഒരു എളാപ്പയായിരുന്ന അബൂ താലിബിന് റസൂലുള്ളാഹി നൽകുന്ന ശഫാഅത്ത്. ലോകത്തൊരു കാഫിറിന് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വന്തം പിതാവിന് പോലും ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരമല്ല. ഇബ്രാഹിം നബിയുടെ പിതാവിനെ ഒരു ജീവിയുടെ രൂപത്തിൽ നരകത്തിലേക്ക് ഇടുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇത് റസൂലുള്ളാഹിക്കുള്ള പ്രത്യേകതയാണ്. തന്റെ പിതൃവ്യനായ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്ത സേവനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ഒരു ആദരിച്ചു എന്ന് പറയേണ്ട, പക്ഷേ ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുത്തു. അത് റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന് മൂലം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ലോകത്തെ എല്ലാ ഉമ്മത്തുകളെക്കാളും ഖൈറുള്ള ഉമ്മത്താണ്. അതുകൊണ്ടാണ് ആദ്യം സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന ഉമ്മത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. ആദ്യം വിചാരണക്കെടുക്കപ്പെടുന്ന ഉമ്മത്ത് ഈ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. ഇതൊക്കെ അഫ്ളൽ, ഏറ്റവും കൂടുതൽ ഖൈറുള്ളതും കുറഞ്ഞ അമലും കൂടുതൽ കൂലിയും ഈ ഉമ്മത്തിനാണ്. കുറച്ചു നേരം നമുക്ക് അമലെടുക്കേണ്ടുള്ളൂ. മറ്റുള്ള ഉമ്മത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറുകണക്കിന് വർഷങ്ങൾ അവർക്ക് ആയുസ്സുണ്ടായിരുന്നു. പക്ഷേ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 60-ന്റെയും 70-ന്റെയും അടക്കാണ് ശരാശരി. അത് കഴിഞ്ഞാൽ ഫബിഹാ വ നിഅമ. 100-നപ്പുറത്തൊക്കെ പോകുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷെ കുറഞ്ഞ അമലും കൂടുതൽ കൂലിയും ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അത് റസൂലുള്ളാഹിക്കുള്ള പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ 15-ാമതായി കൊണ്ട് പറഞ്ഞു, അവ്വലുമൻ ഇജ്താസു സിറാത്ത് പാലം കടന്ന് ആദ്യമായി കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന ഉമ്മത്ത് ഈ ഉമ്മത്തായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങൾ, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പ്രത്യേകതകളാണ്. ഈ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആരാണ് എന്നത് നമുക്ക് മനസ്സിലാകുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മറ്റു അമ്പിയാക്കന്മാർക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകത. ഇനിയോട് ഞാൻ 15 മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഈ ഉമ്മത്തിലൊക്കെ ആ പ്രവാചകന്മാർക്കൊന്നും കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത റസൂലാണ് നമ്മുടെ പ്രവാചകൻ. ആ പ്രവാചകന്റെ ഉമ്മത്താണ് ഖൈർ ഉമ്മത്ത്. അതിലൊരു മെമ്പർമാരായി ജീവിക്കാനും
ആ ഉമ്മത്തിലെ ആളുകളാകാനും അള്ളാഹ് നമുക്ക് തൗഫീക്ക് നൽകി. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഞാനും നിങ്ങളുമൊക്കെ ആ ഒരു നിഅമത്തിന് എത്രമാത്രം നന്ദി കാണിക്കുന്നുണ്ട് പടച്ച റബ്ബിനോട്. എന്താ ഇപ്പം നമ്മളെ ഉമ്മത്തിന്റെ അവസ്ഥ? എന്ത് കണ്ടാൽ ആഘോഷിക്കുന്ന, അത് നമ്മുടെ ആഘോഷമാണെന്നോ ആരാന്റെ ആഘോഷമാണെന്നോ എന്തായാലും വേണ്ട, ആളുകൾക്ക് ചാടിയാൽ മതി. നമ്മുടെ ഉമ്മത്തിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്നോ എന്താണ് പറയേണ്ടതെന്നോ എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നോ എന്താണ് ആഘോഷിക്കേണ്ടതെന്നോ എന്താണ് ആഘോഷിക്കാൻ പാടില്ലാത്തതെന്നോ അത് പിന്നെ ശിർക്കുള്ളതാണെങ്കിലും ശിർക്കില്ലാത്തതാണെങ്കിലും ഒന്നും തിരിയാത്ത, കുറെ ചാടിക്കടിക്കണം, കുറെ കഞ്ചാവടിക്കണം, കുറെ വിലസണം, കുറെ ദുനിയാവിൽ കുറെ അടിച്ചു പൊളിക്കണം എന്ന് ഉമ്മത്തായി നമ്മൾ അധപ്പതിക്കാൻ പാടില്ല. കാരണം അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുക്കാത്ത, പിന്നെ സമുദായത്തിന് കൊടുക്കാത്ത നിഅമത്താണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്നിട്ടുള്ളത്. മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിന് പോലും കിട്ടാത്ത നിഅമത്താണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. ഈ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ സഹോദരന്മാരെ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. ആ ശുക്ർ എന്ന് പറഞ്ഞാൽ റബീഉൽ അവൽ മാസം വരുമ്പോൾ അങ്ങാടി കൂടെ ചാടിക്കളിക്കലല്ല. അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ വർഷാവർഷം റസൂലുള്ളാഹിന്റെ മീലാദ് വരുമ്പോൾ അതിങ്ങനെ ആഘോഷിച്ച് ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കലല്ല റസൂലുള്ളാഹിനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ മനസ്സിലാക്കി റസൂലുള്ളാഹിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന. റസൂലുള്ളാഹി എവിടെ ഇരുന്നോ അവിടെ ഇരിക്കും, നബിയുടെ എവിടെ തണലത്തിരുന്നോ അവിടെ ഇരിക്കും. അതിന് റസൂലുള്ളാഹി പ്രത്യേക നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, പ്രവാചകന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് റസൂലുള്ളാഹിന്റെ സ്നേഹം എന്ന് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോഴാണ് സഹോദരന്മാരെ നമ്മൾ ഖൈർ ഉമ്മത്തിൽ ഉൾപ്പെടുക. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളാണ് നാം മനസ്സിലാക്കിയത്. ഇനി പ്രവാചകന്റെ ശരീഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. അഥവാ നമുക്ക് അനുവദിക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ പാടില്ലാത്തതുമായ ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ഇന്ന സ്വദഖത ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്. സ്വദഖകൾ അഥവാ സക്കാത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല. പ്രവാചകന്റെ കുടുംബവും അതിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല. ആലി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ 4 കുടുംബമാണ്. റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അഥവാ ആലു ജഅഫർ, ആലു ഉഖൈൽ, ആലു അലി, ആലു അബ്ബാസ്. ഈ 4 കുടുംബമാണ് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യന്മാരായിട്ടുള്ള ജഅഫറും ഉഖൈലും അതുപോലെ തന്നെ അബ്ബാസും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ കുടുംബവും അതുപോലെ തന്നെ ആലു അലി, അലി റളിയല്ലാഹുവിന്റെ കുടുംബവും. ഇതാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്ത് ലോകാവസാനം വരെ ഉണ്ടാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്ലു ബൈത്തിൽ നിന്നാണ് പിന്നെ മഹാനായ ഇമാം മഹ്ദി വരിക. പക്ഷെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞിട്ട് ശിർക്കും ഖുറാഫാത്തും നബിദിനും ഖുറാഫാത്തും കൊണ്ടെടുക്കുന്ന ആളുകൾ അഹ്ലു ബൈത്തിൽ പെടൂല. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ശരീഅത്ത് പിൻപറ്റുന്നുണ്ടോ അവനാണ് അഹ്ലു ബൈത്ത്. അപ്പൊ റസൂലുള്ളാഹിന്റെ 3 അളാപ്പന്മാരാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഉഖൈൽ, അബ്ബാസ്, പിന്നെ ഈ ആളുകൾ ജഅഫർ റളിയല്ലാഹു അൻഹു. അവർക്കില്ലാത്ത അബൂലഹബ് അടക്കം റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത പിതൃവ്യാണല്ലോ. എന്തേ അബൂലഹബിന് ആലുബൈത്തിലേക്ക് സ്ഥാനമില്ലാതെ പോയത്? ആദർശം സ്വീകരിക്കാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹിക്ക് ശഫാഅത്ത്, പരലോകത്ത് റസൂലുള്ളാഹി ശഫാഅത്ത് പോലും ചെയ്യുന്ന അബൂ താലിബ് എന്തുകൊണ്ടാണ് അഹ്ലു ബൈത്തിൽ പെടാതിരുന്നത്? റസൂലുള്ളാഹിന്റെ നേരെ അപ്പാന്റെ സഹോദരനല്ലേ. അഹ്ലു ബൈത്തിൽ പെടാത്തതുകൊണ്ട് ആദർശം സ്വീകരിക്കാത്ത ആദർശമാണ് അഹ്ലു ബൈത്തിന്റെ മാനദണ്ഡം. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾക്കും റസൂലുള്ളാഹിക്കും സ്വദഖ അനുവദനീയമല്ല. അതൊരു പ്രത്യേക നമുക്ക് സ്വദഖ നമുക്ക് സ്വീകരിക്കാം. ആ അർഹതപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഉമ്മത്തിൽ സ്വദഖ സ്വീകരിക്കാം. ഇതേപോലെ തന്നെ പ്രവാചകന്മാരുടെ പ്രത്യേകതയാണ് ഒരു യുദ്ധത്തിന് വേണ്ടി അവർ പടച്ചട്ട അണിഞ്ഞാൽ അത് പിന്നെ അഴിച്ചു വെക്കാൻ പാടില്ല.
ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷമല്ലാതെ ആ പടച്ചട്ട അഴിച്ചു വെക്കാൻ പാടില്ല. ഇന്ന ഉലൈസലി നബിയിൻ ഇദാ ലബിസ ലഅമതഹു അൻ യദ്അഹ ഹത്താ യുഖാതിൽ. ഒരു പ്രവാചകനും തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ, ആ യുദ്ധത്തിന് പടച്ചട്ട ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ യുദ്ധം അവസാനിക്കുന്നത് വരെ അത് അഴിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അത് ഇനി വേണ്ട എന്ന് വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധത്തിന് പോകേണ്ടി അടച്ചിട്ട് ധരിച്ചാൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശർഈയായ കാരണങ്ങളുണ്ടെങ്കിൽ അതവർക്ക് മാറി നിൽക്കാനും കുഴപ്പമില്ല. അതുപോലെ തന്നെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് പഠിക്കാൻ പാടില്ല. റസൂലുള്ളാഹിക്ക് എഴുത്തറിയില്ല. എഴുത്തറിയില്ലെങ്കിലും പ്രവാചകൻ അത് പഠിക്കാൻ ശ്രമിക്കാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ. നബിയെ നിങ്ങൾ വലത് കൈകൊണ്ട് ഒരു വര പോലും വരച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളായ ആളുകൾക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ഭാഗമായിക്കൊണ്ട് എഴുത്തുകൾ അയച്ചിരുന്നു, റിസാലകൾ അയച്ചിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിടാറില്ലായിരുന്നില്ല. കാരണം സഹാബത്ത് പറഞ്ഞു, നബിയെ നിങ്ങൾ ഒരു എഴുത്തയക്കുമ്പോൾ എഴുത്തിന്റെ ആധികാരികത വേണമല്ലോ, അതുകൊണ്ട് സീല് വേണം. അതുകൊണ്ട് പ്രവാചകന് വേണ്ടി സഹാബത്ത് സീലുണ്ടാക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് റസൂലുള്ളാഹി നീതിയിട്ട് സീലുണ്ടാക്കി ആ സീല് വെച്ചിട്ടാണ് എഴുത്തിയത്. റസൂലുള്ളാഹി കൈകൊണ്ട് എഴുത്തുകയോ അല്ലെങ്കിൽ ഒപ്പുപോലും പ്രവാചകൻ ധരിച്ചിട്ട് പിന്നെ ഇട്ടിട്ടില്ല. അത് റസൂലുള്ളാഹിക്ക് പാടില്ലാത്തൊരു കാര്യം. അതുപോലെ തന്നെ പ്രവാചകന് കവിത ചെല്ലാൻ പാടില്ല. കവിത റസൂലുള്ളാഹിക്ക് ഹറാമാണ്. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു. അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വമാ യംബഗി ലഹു, അദ്ദേഹത്തിന് കവിത അനുവദനീയമല്ല. എന്ന് പറഞ്ഞാൽ കവികൾ എന്ന് പറയുമ്പോൾ പല ഭാവനകളുണ്ടാകും, കവിതകളുണ്ടാകും. ആ കവിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യമല്ല. ഇതൊക്കെ നമ്മുടെ ശരീഅത്ത് നമുക്ക് അനുവദനീയമുള്ള കാര്യമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഹറാമാക്കപ്പെട്ട കാര്യമാണ്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്ക് ഹറാമായ ചില കാര്യങ്ങൾ പ്രവാചകന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് നബിയുടെ പ്രത്യേകതയാണ്. അതിൽപ്പെട്ട ഒന്നാണ് വിസാൽ നോമ്പ് എന്ന് പറയുന്ന നോമ്പ്. നമുക്കറിയാം, നമ്മുടെ നോമ്പിന്റെ സമയം ഫജറിന്റെ ബാങ്ക് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വരെയാണ്. ആ മഗ്രിബിന്റെ ബാങ്ക് കൊടുത്താൽ വേഗത്തിൽ നോമ്പറക്കണം. തഅജ്ജുലുൽ ഫിത്ർ, നിങ്ങൾ ഫിത്റിന് ധൃതി കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാരുണ്ട്, സുന്നത്ത് നോമ്പാണെങ്കിലും ഫർദ് നോമ്പാണെങ്കിലും ബാങ്ക് കൊടുത്താലും അങ്ങനെ വെള്ളം പിടിച്ച് കാരക്കും പിടിച്ച് അങ്ങനെ നിൽക്കും, ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി. അത് സൂക്ഷ്മതയല്ല, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അത് അഹ്ലു കിതാബിന്റെ സൂക്ഷ്മതയാണ്. ഓരാണ് ഈ സമയമായാലും പിന്നെ നോമ്പർക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിസാൽ നോമ്പ് അനുവദനീയമാണ്, നമുക്കത് അനുവദനീയമല്ല. എന്താ വിസാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ 2-3 ദിവസം ഭക്ഷണം കഴിക്കാതെ നോമ്പ് തുറത്തുക. റസൂലുള്ളാഹി നോമ്പ് തുറക്കൂല. മഗ്രിബായാലും നോമ്പ് തുറക്കാതെ ആ നോമ്പ് 2-3 ദിവസവും നീട്ടിക്കൊണ്ടുപോകൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദനീയമാണ്, നമുക്കത് അനുവദനീയമല്ല. അപ്പൊ സഹാബത്ത് പറഞ്ഞു, നബി ഞങ്ങൾക്കും കഴിയും, കുറച്ചൊക്കെ പട്ടിണിയൊക്കെ 2 ദിവസമൊക്കെ പട്ടിണിയൊക്കെ നമുക്കും കഴിയും, ഞങ്ങളത് നോൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്തു കഅഹദിൻ മിൻകും, നിങ്ങളെപ്പോലെയല്ല ഞാൻ, ഇന്നി ഉത്അമു വഅസ്ഖാ, എനിക്ക് അള്ളാഹു ഭക്ഷണം നൽകുന്നുണ്ട്, എന്നെ വെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷെ നിങ്ങളത് കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് അനുവദനീയമല്ല, എനിക്കത് അനുവദനീയമാണ്. അതേപോലെ തന്നെ നമുക്ക് അനുവദനീയമല്ലാത്ത റസൂലുള്ളാഹിക്ക് അനുവദനീയമായ ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ സാക്ഷികളുടെയും ആവശ്യമില്ല, അതുപോലെ തന്നെ വലിയിന്റെയും ആവശ്യമില്ല. റസൂലുള്ളാഹിക്ക് ഇത് രണ്ടും ഇല്ലാതെ കല്യാണം കഴിക്കാൻ കഴിയും. പക്ഷെ നമുക്കിത് രണ്ടും വേണം, സാക്ഷികളും വേണം, വലിയും വേണം. സൈനബ് ബിൻത് ജഹ്ശ് റളിയല്ലാഹു അൻഹ, സൈനബിനെ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നല്ലോ. ആ സൈനബ് റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ച് സൈനബ് റളിയല്ലാഹുമായി കൊണ്ട് സയ്യിദ് റളിയല്ലാഹുമായി കൊണ്ട് നല്ലതല്ലാത്ത ബന്ധമുണ്ട്. അവസാനം തലാഖ് ചൊല്ലി. ആ തലാഖ് ചൊല്ലിയതിനു ശേഷം അള്ളാഹുവാണ് വഹയിലൂടെയാണ് റസൂലുള്ളാഹിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് സൈനബിന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫലമ്മ ഖളാ സയ്യിദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ. സെയ്ദ് അവരുടെ സൈനബിൽ നിന്ന് അവിടെ ആവശ്യം നിർവഹിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ തലാഖ് ചൊല്ലിയപ്പോൾ സവ്വജ്നാകഹാ, നാമാണ് അഥവാ അള്ളാഹുവാണ് അവരെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നത്. അവിടെ സാക്ഷികളുമില്ല, അതുപോലെ തന്നെ വലികളും ഇല്ല. ഇത് സൈനബ് റളിയല്ലാഹു അൻഹ മറ്റു ഭാര്യമാരുടെ മുമ്പിൽ ഒരു അഭിമാനമായിക്കൊണ്ട് പറയാറുണ്ടായിരുന്നു. കാരണം ഇത് വലിയൊരു അഭിമാനമാണല്ലോ. കാരണം പ്രത്യേകിച്ചും ഈ ഭാര്യമാർക്കിടയിൽ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത എനിക്കുണ്ടെന്ന് പറയുമ്പം അത് ഓർക്കൊരു വലിയ മഹത്തായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്,
ആ ഇടയിൽ ഭാര്യമാർ പറയാണ്ടപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യം എന്താ, സവ്വജകുന്ന അഹ്ലികുന്ന, നിങ്ങളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് നിങ്ങളെ ബാപ്പാരും അല്ലെങ്കിൽ വലിയകളല്ലേ, പക്ഷെ എന്നെ സവ്വജനി അല്ലാഹു മിൻ ഫൗഖി സബ്അ സമാവാത്ത്, എന്നെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു കൊടുത്തത് 7 ആകാശത്തിനപ്പുറത്ത് അള്ളാഹുവാണ് എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ മറ്റു ഭാര്യമാരുടെ മുമ്പിൽ മഹത്വം പറയാറുണ്ട് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ 4 അധികം ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദനീയം. അതിലൊരുപാട് ഹിക്മത്തുകൾ പണ്ഡിതന്മാർ, ഞാൻ അതിലേക്ക് കടക്കണില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള പ്രത്യേകതയാണ്. പ്രവാചകന്റെ ശരീഅത്ത് വരുന്ന സന്ദർഭത്തിൽ സഹാബത്തിന് 10-ലധികമൊക്കെ ഭാര്യമാരുണ്ടായിരുന്ന സഹാബത്തുണ്ടായിരുന്നു. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിയമം വന്നതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 ഭാര്യമാരെ നിങ്ങൾക്ക് നിലനിർത്താവുന്നതാണ്, അതുപോലെ തന്നെ അതല്ലാത്തത് നിങ്ങൾ ഒഴിവാക്കണം, 4-ലധികം ഒരേ സമയം നിങ്ങൾക്ക് പാടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പ്രത്യേകമായ വിവാഹത്തിന്റെ വിഷയങ്ങളിൽ അത് അല്ലാഹു അനുവദിച്ചു. അതിലൊരുപാട് ഹിക്മത്തുകളുണ്ട്. കാരണം പ്രവാചകന്റെ വൈയക്തിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുള്ള ഒരുപാട് പ്രത്യേകതകൾ അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് പ്രവാചകൻ അത് അനുവദിക്കുന്നത്. ഇങ്ങനെ പ്രവാചകനെ കുറിച്ച് അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമുക്ക് അധികരിക്കുക. അതല്ലാതെ റബീഉൽ അവ്വൽ മാസത്തിൽ അങ്ങാടിക്കൂടെ ഭാഷം കൊടുത്ത് നടന്നാൽ അതല്ല റസൂലുള്ളാഹിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ ഏതെങ്കിലും അന്യമതസ്ഥന്മാരുടെ ആഘോഷം അത് നമ്മുടെ ആഘോഷമായി കൊണ്ടു നടക്കുകയും അത് വലിയ അഭിമാനമായിക്കൊണ്ട് അത് ആഘോഷിക്കുന്നത് വിട്ടുനിൽക്കണം എന്ന് പറയുന്നത് പോലും നമ്മുടെ നാട്ടിൽ മഹാപാതകമായിക്കൊണ്ടിരിക്കുകയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സമുദായത്തിന്റെ ആഘോഷം അത് അവരാഘോഷിച്ചോട്ടെ, നമ്മളതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയുന്നത് പോലും നമ്മുടെ നാട്ടിൽ വലിയ വലിയ അപരാധമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ശരീഅത്തും അത് ഏറ്റവും നല്ല ശരീഅത്ത് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ. ഈ ശരീഅത്തിന് വേറെ ഒരു സമുദായത്തിന്റെ അവിടുന്നുള്ള സംഘടന വലിച്ചുകൊണ്ടുവന്നിട്ട് ഇവിടെ നാശാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഭംഗിയുള്ള അല്ലയും അക്മലത്തുലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീൻ. ഈ ഇസ്ലാമിനെ അള്ളാഹു തൃപ്തിയിട്ട് നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ അവിടുന്നും ഇവിടുന്നും കുറെ ആഘോഷങ്ങളൊക്കെ എടുത്തുകൊണ്ടിട്ട് ഈ ഇസ്ലാമിനെ നിങ്ങൾ ശരീഅത്തിനെ കൊളാക്കണ്ട. ഇന്ന് നമ്മുടെ ഉമ്മത്താണ് അത്തരം ആഘോഷങ്ങളിലേക്കൊക്കെ കൂടുതലായിക്കൊണ്ട് പോകുന്നതും അതിന് പ്രേരണ കൊടുക്കുന്നതും അതിൽ മുമ്പിൽ ചാടാനും ആടാനും പാടാനും കുടിക്കാനും ഒക്കെ നമ്മുടെ ഉമ്മത്താണ് മുമ്പിലുള്ളത്. റസൂൽ ഒറ്റ വാചകം മാത്രമേ എനിക്ക് പറയാറുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഈ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മറ്റു ഖൗമിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യനായാൽ, അത് ഈ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൊണ്ടാണെങ്കിലും നോട്ടം കൊണ്ടാണെങ്കിലും വസ്ത്രം കൊണ്ടാണെങ്കിലും ആചാരം കൊണ്ടാണെങ്കിലും ആഘോഷം കൊണ്ടാണെങ്കിലും നടത്തം കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്. ഈ ഉമ്മത്തിന്റെ ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അതിൽ വലിയ ഖസാറത്ത്, അതിന് വലിയ നഷ്ടം എന്താ സഹോദരന്മാരെ നമുക്കുള്ളത്? ഏറ്റവും വലിയ ഐഡന്റിറ്റിയുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഐഡന്റിറ്റി നമുക്ക് നഷ്ടമായി. ഇതിനേക്കാൾ അള്ളാഹിന്റെ അടുക്കൽ ഒരു കൂലിയും കിട്ടാത്ത സംഗതിക്ക് വേണ്ടി നമ്മൾ ആടിച്ചാടാനും പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരോടും പ്രത്യേകിച്ച് ഗൗരവത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യം സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒന്നാമത്തെ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് വെച്ച് ഇന്നലെ തലപ്പാടിയിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു വലിയ അപകടം, റോഡ് അപകടം. അതിൽ 5 നമ്മുടെ സഹോദരിമാർ മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് സ്വർഗം നൽകാതിരിക്കുമാറാവട്ടെ. ഞാനുമായിക്കൊണ്ട് വ്യക്തിപരമായിക്കൊണ്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയുടെ 2 സഹോദരിമാരും അതുപോലെ തന്നെ സഹോദരിയുടെ ഒരു മകളും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ അമ്മായിയും ഒരു സമയം ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സഹോദരൻ്റെ ഒരു ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് ഇതേ കുടുംബത്തിൽ തന്നെ പെട്ട 7 ആളുകൾ ഇതുപോലെ വലിയ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് ക്ഷമ നൽകുമാറാവട്ടെ. ആ മരിച്ച സഹോദരിമാർക്ക് അള്ളാഹു സ്വർഗം നൽകാതിരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ മഞ്ചേരിക്കടുത്ത പട്ടർക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ പ്രവർത്തകന്മാർ പള്ളിയെടുക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഏകദേശം സ്ഥലമൊക്കെ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. പക്ഷേ ഒരു 6 ലക്ഷത്തോളം അവർക്കതിൽ കടബാധ്യതയുണ്ട്. പള്ളിയെടുക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ആ കടം അവർക്ക് വീട്ടിയെങ്കിലേ ആ പള്ളിയുടെ പടിയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ സഹോദരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ആളുകൾ അത് പള്ളിയുടെ വിഷയം, പള്ളിക്ക് വേണ്ടി നമ്മൾ 5 പൈസ കൊടുത്താൽ ആ പള്ളിയിൽ നടക്കുന്ന ഓരോ സുജൂദും നമ്മൾ മരിച്ചാലും അത് എത്ര വർഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിലേക്ക് കൂലികൾ ലഭിച്ചുകൊണ്ടിരിക്കും. അത് സ്വതക്കത്തും ജാരിയത്താണ്. നമ്മൾ മുറിയാത്ത പ്രതിഫലമാണ് നമ്മൾ മനസ്സിലാക്കി എല്ലാ ആളുകളും പ്രത്യേകിച്ച് സ്ത്രീകളും ആ കാര്യം ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തുന്നു. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഈ ദീനിൽ ഉറച്ചു നിൽക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.